അമ്മായി. എന്താ മരുമോനെ? പറഞ്ഞു അമ്മായി. അമ്മാവൻ എന്ത് പാലാ കൊടുത്തേ? പശുവും പാലോ? അവനാ പാൽ അല്ല, മുഴുവൻ പാലും കുടിച്ച അമ്മായി. വയസ്സായ കാലത്തില് എന്റെ ശരീരം താങ്ങുമോ? എന്താ മരുമോനെ ഇതൊക്കെ? എന്തൊക്കെ പറഞ്ഞാലും ആളൊരു വീരനാ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇന്നലെ വരെ എന്റെ ജീവിതം പ്രകാശമായിരുന്നു, ഇപ്പൊ കുറ്റാക്കൂരിട്ടായി. എവിടെ അമ്മാവനോടെ കാണാനില്ലല്ലോ. എന്റെ മരുമോനെ പറയാൻ മറന്നുപോയി, പാലുണ്ടല്ലോ സൂപ്പർ. ഡെയിലി ഇതുപോലെ എനിക്ക് കൊണ്ടുപോവാ. ഓക്കെ, 4 ദിവസം ഇതുപോലെ കുടിച്ചാ പിന്നെ വായിക്ക് റെഡിയേണ്ടി വരും. തിയേറ്ററുകാരനല്ലേ, അടുത്ത ഷോ റെഡിയാവാൻ പോകുന്നു. എന്റെ പടം എപ്പോഴും റിലീസാവുമെന്ന് അറിയാൻ വയ്യ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എനിക്കൊന്ന് തൊടാൻ പോലും പറ്റിയിട്ടില്ല. ഇനി പുതിയതായിട്ട് വരാൻ പോകുന്ന ആരാണാവോ? ഹലോ ബ്രോ. അല്ല, വീട്ടിലെ വരലക്ഷ്മി ആരാണെന്ന് ആലോചിച്ചപ്പോ ഒറിജിനൽ വരലക്ഷ്മി തന്നെ വന്നല്ലോ. പറയൂ സീസ്. ഞങ്ങൾ വീട്ടിൽ വന്ന അന്ന് മുതൽ നോക്കാം, ഇങ്ങനെ മാറി മാറി തുടച്ചോണ്ടിരിക്കുക. ഇതെന്താ ആരും ഓടിക്കുന്നില്ലേ? ഇതെന്താ കുടുംബത്തിന്റെ ഐശ്വര്യമാണോ? എന്റെ വീട്ടിൽ ഈ ബുള്ളറ്റ് ഓടിക്കാനായിട്ട് അമ്മാവന് വീട്ടിലിരിക്കുന്ന തുണിക്കട മുമ്മൂർത്തികൾ, അവർക്ക് എന്തിന് എനിക്ക് ഈ ബുള്ളറ്റ് ഓടിക്കാൻ പറ്റില്ല. അതെന്താ ആർക്കും ഓടിക്കാൻ അറിയില്ലേ? അങ്ങനെയല്ല സീസ്, ജെമിനി മനസ്സ് വെച്ചാലേ ഈ ബുള്ളറ്റ് ഓടിക്കാൻ പറ്റൂ. അവന് ഒരു ദിവസം മനസ്സ് മാറും, ലവ് ചെയ്യും. ഒരു ദിവസം ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് കാലുപൊക്കി മുകളിൽ വെച്ച് രാജാവിനെ പോലെ ഗംഭീരമായിട്ട് വരുമ്പോ ഈ സ്ട്രീറ്റ്, ഈ തെരുവ്, എന്തിന് ഈ നാടെ അവന് വേണ്ടി കാത്തിരിക്കാം. അങ്ങനെന്താ ഈ ജെമിനി ബൈക്കും തമ്മിൽ? നമ്മുടെ വീട്ടിലെ ലവ് ചെയ്യുന്ന ബാച്ചിലർക്ക് ഈ ബുള്ളറ്റ് ഓടിക്കാൻ കഴിയും. ജെമിനി ഇതുവരെ എല്ലാത്തിലും ഫെയിലുവറായി, അതും ലവ് മാരേജില്. അത് നമ്മുടെ കുടുംബ പാരമ്പര്യമാണ്. അവൻ ഈ ലവിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എന്തെങ്കിലും ഒരു ദിവസം അവൻ ലവ് ചെയ്യും, അപ്പൊ ഈ ബുള്ളറ്റ് ഓടുമല്ലോ. അതിനു വേണ്ടിയാണ് ഈ ക്ലീനിങ് വർക്ക്. നിങ്ങൾ ഇന്ന് ചുമ്മാ ഇരിക്കും ബ്രോ. ആരാ പറഞ്ഞ ജെമിനി ലവ് ചെയ്യില്ലെന്ന്? പതിന് അവനെ നോക്കുന്നുണ്ട്. എന്താ പറഞ്ഞ സിസ്? ടെറസിൽ പോയാ അവിടെയുണ്ട്. അയൺ കടയിൽ പോയാ ഷർട്ട് ഇല്ലാതെ ശരീരം കാണിച്ചോണ്ട് നിൽക്കുന്നു. ശരീരം കാണിക്കാൻ വേണ്ടി മാത്രം എന്താ ഉള്ളവന്? ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. ആര്? ജെമിനി നിന്നെ നോക്കുന്നു? ഇത് ഞാൻ വിശ്വസിക്കണം? പോസിസ് വെറുതെ നുണ പറയാതെ. അവൻ ചിലപ്പോ നിന്നെ വെറുതെ നോക്കിയിരിക്കാം, പക്ഷേ ആസ്വദിച്ച് നോക്കിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക. അതെ ബ്രോ, നിങ്ങൾ പറഞ്ഞ ശരിയാ. ഇനിയിപ്പോ ഞാൻ തെറ്റായി വിചാരിച്ചാണോ? അവൻ ചിലപ്പോ നിന്നെ ലവ് ചെയ്ത് കല്യാണം കഴിക്കാം. നമ്മുടെ കുടുംബത്തിൽ ആണുങ്ങൾക്ക് റൂൾസ് ഇല്ല, പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കുടുംബത്തിൽ മരുമനായിട്ട് വന്നത്. അമ്മാവന്റെ നോട്ടത്തിൽ ചിലപ്പോൾ കല്യാണം ഉണ്ടാവാം, പക്ഷെ മനസ്സ് ശുദ്ധമാണ്. ജാതി, മത, അന്തസ് ഒന്നും നോക്കാറില്ല. ലവ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ. കണ്ടില്ലേ എത്ര സന്തോഷമുള്ള കുടുംബം. മഴ വരുമ്പോഴേ ഉണ്ട്. ഞാൻ എന്നാ പോട്ടെ. ഓക്കെ, ഒരു മിനിറ്റ് സിസ്. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാ. ജെമിനി തന്നെ മനസ്സ് വയ്ക്കണമെന്നില്ല. നിങ്ങൾ മനസ്സ് വെച്ചാലും ഈ ബുള്ളറ്റ് ഓടും. അത് ശരി. ഓക്കെ അല്ലേ? മനസ്സിലായി കാണുമായിരിക്കും. പാട്ടുപാടി സിനിമയിൽ കമലഹാസൻ വരില്ലേ, അതുപോലെ നീയും ജെമിനിയും ഒരു ദിവസം ഈ ബുള്ളറ്റിൽ വരും. അവൻ കാലുപൊക്കി ഈ ബുള്ളറ്റിൽ വെച്ചാ എന്റെ ഭാര്യയും അതുപോലെ കാലുപൊക്കി വരും. നമസ്കാരം മുതലാളി. എന്താടോ നടക്കുന്നത്? തന്നെ കൊണ്ട് പറ്റൂലെങ്കിൽ പറ, ഞാൻ വേറെ ആളെ വെച്ചോളാം. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾക്കും അയാൾക്കും തമ്മിൽ മുജ്ജന്മ വൈരാഗ്യമുണ്ട്. ഒരു ഒത്തുതീർപ്പിനും വരുന്നില്ല. ഇപ്പൊ കന്ദസ്വാമിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേസ് എങ്ങനെയെങ്കിലും തീർക്കാം. ഇല്ലെങ്കിൽ തന്നെ ഞാൻ തീർത്തുകളയും, മനസ്സിലായോ? പോ. ശരി മുതലാളി. നന്നായിട്ട് പഠിക്കണേ, ചെറിയച്ഛനെ പോലെ. ഇപ്പോഴാണ് സ്കൂളിൽ വരുന്നേ. ഇറങ്ങുമോളെ. ഇന്ന് ശരിക്കും പണിഷ്മെന്റ് ഉണ്ട്. ടീച്ചറല്ലേ കൊച്ചച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത്, അതാ ലേറ്റ് ആയത്. പണിഷ്മെന്റ് കൊടുക്കണമെങ്കിൽ കൊച്ചച്ഛന് കൊടുക്ക്. അത് ഞാൻ കൊടുത്തോളാം, നിങ്ങൾ അകത്തേക്ക് പോയെ സൂക്ഷിച്ചു പോയെ. ബൈ കൊച്ചച്ചാ. എന്താ നോക്കുന്നേ? നാളെ തൊട്ട് കറക്റ്റ് ടൈമിന് കൊണ്ടുവരണം, മനസ്സിലായോ? എന്നോട് എന്തിനാ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നത്? നിങ്ങളെ എന്നും കാണണമെന്നുണ്ട്, അതുകൊണ്ട്. ആദ്യം നീ പോയി നല്ലൊരു ഡോക്ടറെ കാണും. ടീച്ചർ, എന്താ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ അയക്കാൻ പറയട്ടെ, കാണണോ? അയ്യോ ടീച്ചറെ, എന്നെ വിട്ടേക്ക്. ഏയ്, എന്തുരിക്കാണിക്കാനാ പറയുന്നത്? അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചെല്ല്. എവിടെയാണ് പോകുന്നത്? വിട് ചേട്ടാ, എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ കാത്തിരിക്കുന്നു. എന്ത് ശരിയാവില്ലെന്ന്? അതല്ലേ ശരിയാവില്ലെന്ന് പറഞ്ഞത്. തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് പോവാം. നീ ധൃതി കാണിക്കാതെ അവളുടെ ലവർ അവൻ തന്നെയാണെന്ന് ആദ്യം നോക്കട്ടെ. ആണെങ്കിൽ അടുത്ത സെക്കൻഡിൽ അവന്റെ ജീവൻ എടുക്കണം. ചെല്ലുന്നേ. ആദ്യം കുട്ടികളുടെ സ്കൂളൊന്ന് മാറ്റും. വണ്ടി എടുക്കടാ. ഒന്നും പേടിക്കണ്ട, ഇവിടെ വന്നല്ലോ. ഇനി നിങ്ങൾ ആരെയും പിരിക്കില്ല. ഡോ, നല്ല നേരം കഴിയുന്നതിന് മുമ്പ് താലെടുത്ത് കൊടുക്ക്. ഡോ സുബ്രഹ്മണി, നീ തന്നെ താലിടുന്നു തോന്നുമല്ലോ. സാർ, ആരെവരൊക്കെ? സാർ, ലവേഴ്സാണ്. രണ്ടുപേരും മേജറാ. ഈ പെണ്ണിന്റെ മാമൻ ഇവിടുത്തെ കൗൺസിലറാ. അയാൾ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ താനാരാ? പൂജാരിയോ പള്ളിയിലച്ഛനോ ഉസ്താദോ അതോ രജിസ്ട്രാറോ? പഠിക്കുന്ന പ്രായത്തിൽ നിനക്കൊക്കെ പ്രേമം. മര്യാദയ്ക്ക് അച്ഛനമ്മമാര് പറയുന്ന പോലെ കേൾക്കാൻ നോക്ക്. ഇനി ഒരു പ്രാവശ്യം ഈ ഏരിയയിലെങ്ങാനും കണ്ടാൽ കൊന്നുകളെ ഞാൻ. ഓക്കോ സാർ, എന്താടോ? എന്തിനാ സാർ വിരട്ടിയത്? അവൻ എന്ത് പാവം ചെയ്തിട്ടാ?
വാ നമുക്ക് അയാളെ പോയി കാണാം. എന്ത് ധൈര്യത്തിലാ നിങ്ങൾ രണ്ടുപേരും എന്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് ഇങ്ങോട്ട് കയറി വന്നത്? നിങ്ങളെ ഉണ്ടല്ലോ. സാറേ വെറുതെ വെക്കല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സാർ അദ്ദേഹം നടത്തി കൊടുക്കുന്നു. ആരാടോ ഇത്? ഞാനാ. സാറിന് എന്താണ് പ്രശ്നം? ഇവർ രണ്ടുപേരും മേജറാണ്. അവർക്ക് സെക്യൂരിറ്റി കൊടുക്കേണ്ടത് സാറിന്റെ ഉത്തരവാദിത്വമാണ്. ആഹാ, രണ്ടുപേര് സ്നേഹിച്ച് കല്യാണം കഴിക്കും, അതിന് ഞങ്ങൾ സെക്യൂരിറ്റി തരണോ? സ്നേഹിക്കുന്നത് തെറ്റായി കാണല്ലേ സാർ. എന്റെ തലമുറയ്ക്ക് ദേഷ്യം വരും. എന്റെ കുടുംബത്തില് അറേഞ്ച്ഡ് മാരേജേ നടന്നിട്ടില്ല. എന്റെ കുടുംബത്തിൽ ലവ് മാരേജ് എന്നൊന്നില്ല. അത് നിങ്ങളുടെ തലയിലെഴുത്ത്. ഇപ്പോഴാണ് നിങ്ങൾ നമ്മുടെ സ്ട്രീറ്റിൽ താമസത്തിന് വന്നത്. നിങ്ങൾക്കൊരു മോളുണ്ട്, എനിക്കൊരു മോനും ഉണ്ട്. രണ്ടുപേരും ലവ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? വായടക്കടോ, നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലും നടക്കില്ല. എന്റെ മോളെ എനിക്ക് നന്നായി അറിയാം. അത് നിങ്ങളെ മോള് പറയണം സാറേ. സാർ, അതിന് വിപരീതമായി നിങ്ങളുടെ മോള് എന്റെ മോനെ ലവ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നുകളെയും ഞാൻ. അപ്പൊ ജയിലിൽ പോകും അല്ലേ? ലവ് ചെയ്യുന്നവരെ കൊന്നാലുണ്ടല്ലോ അടുത്ത തലമുറ കാണൂല. കാലം എല്ലാത്തിനും ഉത്തരം പറയും. ഒരു ചെറിയ തിരുത്ത്, എല്ലാത്തിനും കാലം ഉത്തരം പറയും. മക്കളെ വരീനടാ.